सखी वे मुझसे कहकर जाते, कह तो क्या मुझको वे अपनी पथबाता ही पाते। मुझको बहुत उन्होंने माना, फिर भी क्या पूरा पहचाना। मैंने मुख्य उसी को जाना, जो वे मन में लाते, സഖി വേ മുത്സെ കെഹകർ ജാത്തെ. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് യശോധര വളരെ സങ്കടത്തോടെ തൻ്റെ സഖിയോട് തൻ്റെ പ്രിയതമൻ തന്നെ ഉപേക്ഷിച്ചു പോയതിനെക്കുറിച്ച് നിരാശയോടെ സംസാരിക്കുന്നതാണ്. അവൾ കൂട്ടുകാരിയോടായി പറയുന്നു, ഹേ സഖി വേ മുത്സെ കെഹകർ ജാത്തെ. സഖി, അദ്ദേഹത്തിന് എന്നോടൊന്ന് പറഞ്ഞിട്ട് പോകാമായിരുന്നില്ലേ. കഹ്തോ ക്യാ മുജ്കോ വേ അപ്നി പഥ് ബാധാ ഹി പാത്തെ. പഥ് ബാധ എന്ന് പറയുന്നത് വഴിയിലെ തടസ്സമാണ്. പഥ് വഴി, ബാധ തടസ്സം. അപ്പോൾ കഹ്തോ എന്നോട് പോകുന്നു എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ മുജ്കോ അപ്നി പഥ് ബാധ ഹി പാത്തെ. പാത്തെ എന്ന് പറഞ്ഞാൽ ആവുക, ആയിത്തീരുക എന്നുള്ളതാണ്. അപ്പോൾ എന്നെ അദ്ദേഹത്തിൻ്റെ വഴിയിലെ ബാധ അല്ലെങ്കിൽ തടസ്സമായിട്ടായിരുന്നു അദ്ദേഹം കണ്ടത്. അതായത് ഞാൻ അദ്ദേഹത്തിൻ്റെ വഴി മുടക്കും എന്ന് അദ്ദേഹം കരുതിയിരുന്നുവോ. എന്നോട് പറഞ്ഞിട്ട് പോയിരുന്നുവെങ്കിൽ, കഹ്തോ പറഞ്ഞിട്ട് പോയിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ഞാൻ വഴിമുടക്കിയായി നിൽക്കുമായിരുന്നുവെന്ന് അദ്ദേഹം കരുതിയിരുന്നു. മുജ്കോ ബഹത് ഉനോനെ മാന. എന്നെ അദ്ദേഹം ഒരുപാട് മാനിച്ചിരുന്നു, എന്നെ അദ്ദേഹം ഒരുപാട് റെസ്പെക്റ്റ് ചെയ്തിരുന്നു, അംഗീകരിച്ചിരുന്നു. മുജ്കോ ബഹത് ഉനോനെ മാന. അദ്ദേഹം എന്നെ ഒരുപാട് ആദരിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു, ബഹുമാനം കാട്ടിയിട്ടുണ്ടായിരുന്നു, അംഗീകരിച്ചിരുന്നു. ഫിർഫി ക്യാ പൂരാ പെഹചാന. പക്ഷേ അദ്ദേഹം എന്നെ യഥാർത്ഥ അർത്ഥത്തിൽ മനസ്സിലാക്കിയിരുന്നു. പെഹചാന മനസ്സിലാക്കുകയാണ്. അപ്പോൾ എന്നെ അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും ഒക്കെ ചെയ്തിരുന്ന അദ്ദേഹം എന്നെ വാസ്തവത്തിൽ ശരിക്കും മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ എന്നോടൊന്ന് പറയാതെ പോകുമായിരുന്നോ. എന്നെ മനസ്സിലാക്കിയിരുന്നു എങ്കിൽ അദ്ദേഹം കരുതിയനെ തീർച്ചയായും പോകാനുള്ള സമ്മതം ഞാൻ കൊടുക്കുമായിരുന്നു. അദ്ദേഹത്തെ തടയുമായിരുന്നില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇഷ്ടം അതാണെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന് ഞാൻ പറയും എന്ന് അദ്ദേഹം എന്തുകൊണ്ട് ചിന്തിച്ചില്ല. मैंने मुख्य उसी को जाना जो वे मन में लाते, जो उनके मन में है मैंने उसी को ही माना है. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്താണോ ആഗ്രഹം അതിനെ തന്നെയാണ് ഞാൻ അംഗീകരിച്ചിട്ടുള്ളത്. അദ്ദേഹം എന്താഗ്രഹിച്ചിരുന്നുവെങ്കിലും അതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടത്തിലായിരുന്നുവല്ലോ. ജോ ഉനിക്ക് മനമേലാത്തെ. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്ത് തന്നെ ഉണ്ടായിരുന്നെങ്കിലും ഞാനതിനെ അംഗീകരിച്ചിരുന്നു. സഖി വേ മുझसे कहकर जाते. എന്നോട് പറഞ്ഞിട്ട് പോകാമായിരുന്നില്ലേ. स्वयं सुसज्जित करके क्षण में प्रियतम को प्राणों के पण में हमें भेज देती है रण में. छात्र धर्म के नाते सखी वे मुझसे कहकर जाते. സ്വയം സുസജ്ജിത് കർക്കെ ക്ഷണമേ. ക്ഷണനേരം കൊണ്ടാണ് ഞങ്ങൾ തന്നെ അവരെ അണിയിച്ചൊരുക്കി. ഭേജ് ദേത്തി ഹെ രണമേ. യുദ്ധത്തിന് അയക്കാറുള്ളത്. ക്ഷത്രിയ ധർമ്മ വഹി ഹെ. ക്ഷാത്രധർമ്മ എന്ന് പറയുന്നത് ക്ഷത്രിയ ധർമ്മമാണ്. ക്ഷത്രിയ ധർമ്മം എന്ന് പറയുന്നത് അവിടെയുള്ള സ്ത്രീകൾ തങ്ങളുടെ ക്ഷത്രിയ കുലത്തിലെ സ്ത്രീകൾ തങ്ങളുടെ പുരുഷന്മാരെ അവർ തന്നെ അണിയിച്ചൊരുക്കി പടവാളുമേന്തിച്ച് അവരെ യുദ്ധത്തിന് അയക്കുന്ന പതിവാണ് ഞങ്ങൾക്കുള്ളത്. ആ സ്ത്രീകൾ, അതായത് പ്രാണോക്കെ പണമേം, പ്രാണനാകുന്ന പണ് ധനം, പ്രാണനാകുന്ന പണത്തെ ഉപേക്ഷിക്കാനായി പോകുന്ന തങ്ങളുടെ ഭർത്താക്കന്മാരെ രണക്ഷേത്രത്തിലേക്ക് പറഞ്ഞുവിടുന്ന സ്ത്രീകളുടെ വംശമാണ് ക്ഷത്രിയ വംശം. ക്ഷത്രിയ വംശത്തിലെ ഒരു സ്ത്രീ ഒരിക്കലും തൻ്റെ ഭർത്താവിനെ അദ്ദേഹത്തിൻ്റെ ഉദ്യമത്തിൽ നിന്ന് തടയാറില്ല. അദ്ദേഹം ചെയ്യുന്നതിനെ എതിർക്കാറില്ല. അദ്ദേഹം എന്ത് തന്നെ ചെയ്താലും അതിനെ കൂടെ നിന്ന് അംഗീകരിക്കുക മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ത്രീയായിരുന്നുവല്ലോ ഞാൻ. ഹം സുസജ്ജിത് കർവാക്കെ ഉനയം ഭേജിതേ തേ രണക്ഷേത്രമേ. യുദ്ധക്ഷേത്രത്തിലേക്കൊക്കെ ഞങ്ങൾ തന്നെ, സ്ത്രീകൾ തന്നെ അണിയിച്ചൊരുക്കി, സുസജ്ജിത് കർക്കെ അണിയിച്ചൊരുക്കി അവരെ അയക്കുമായിരുന്നുവല്ലോ. തോ അദ്ദേഹം ഇപ്പോൾ എന്തിനു വേണ്ടി പോയിട്ടുണ്ടെങ്കിലും ഞാൻ അദ്ദേഹത്തെ പറഞ്ഞയക്കുമായിരുന്നല്ലോ. ഹമീം ഭേജ് ദേത്തി ഹെ. ഞങ്ങൾ തന്നെയല്ലേ അയച്ചുകൊണ്ടിരുന്നത്. രണമേം, യുദ്ധത്തിന് വേണ്ടി അയക്കുമ്പോൾ അവർക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട് തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കുറച്ച് മാത്രമാണെന്ന്. ജയിച്ചാൽ മാത്രമേ അവർ തിരികെ വരാറുള്ളൂ. അപ്പോൾ അതറിഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ തന്നെ അവരെ അണിയിച്ചൊരുക്കി വിടാറില്ലേ. ക്ഷത്രിയ ധർമ്മത്തിലെ സ്ത്രീകൾ അങ്ങനെയാണല്ലോ. അതറിയാവുന്ന അദ്ദേഹം എന്തുകൊണ്ടാണ് ഞാൻ തടയുമെന്ന് പേടിച്ച് എന്നോടൊരു വാക്ക് മിണ്ടാതെ പോയത്. ക്ഷാത്രധർമ്മക്കെ നാത്തെ, ക്ഷത്രിയ ധർമ്മത്തിനെ മാനിച്ച്, നാത്തെ ഉസ്കെ നാത്തെ എന്നുള്ള മാനിച്ചുകൊണ്ട് ക്ഷത്രിയ ധർമ്മത്തെ മാനിച്ച് ഞങ്ങൾ തന്നെ അവരെ യുദ്ധക്ഷേത്രത്തിലേക്ക് അയക്കുമായിരുന്നുവല്ലോ.
അങ്ങനെയുള്ള ഞാൻ, അദ്ദേഹം ഇപ്പോൾ പോയത് മറ്റെന്ത് കാര്യത്തിനായാലും, അദ്ദേഹം ബോധോദയം അന്വേഷിച്ച്, സത്യം അന്വേഷിച്ച്, ദുഃഖത്തിൻ്റെ കാരണം അന്വേഷിച്ച് അദ്ദേഹം പോയത് എന്തു തന്നെ ആയിക്കോട്ടെ, ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, സമൂഹ നന്മയ്ക്ക് വേണ്ടി അദ്ദേഹം പോയതാണെങ്കിൽ ഞാൻ അദ്ദേഹത്തെ തടയില്ലല്ലോ. സഖി വേ മുജ്സെ കഹകർ ജാത്തെ, എന്നോട് പറയാതെ പോയത് എന്തിനായിരുന്നു? അദ്ദേഹം പറയാമായിരുന്നില്ലേ? हुआ न यह भी भाग्य अभागा, किस पर विफल गर्व अब जागा, जिसने अपनाया था त्यागा, रहे स्मरण ही आते, सखी वे मुझसे कहकर जाते. हुआ न यह भी, ഇതുകൂടി സംഭവിച്ചില്ലേ? മേരാ ഭാഗ്യ അഭാഗ ബൻ ഗയി, ഭാഗ്യമില്ലാത്തവളായി. അഭാഗ എന്ന് പറഞ്ഞാൽ ഭാഗ്യമില്ലാത്തവളായി പോയല്ലോ. എൻ്റെ നിയതി, എൻ്റെ വിധി എന്ന് പറയുന്നത് ഇങ്ങനെയായി പോയല്ലോ എന്നുള്ള ഒരു ഫ്രസ്ട്രേഷനാണ് അവിടെ. ഹുവാന എഹ്ബി, ഇതും സംഭവിച്ചല്ലോ. അഭാഗ ബൻ ഗയി, അതിനു പോലും ഭാഗ്യമില്ലാത്തവളായി പോയല്ലോ. ഭർത്താവ് ഒരു യാത്ര പോലും ചോദിക്കാതെ പോയി എന്ന ലേബലിൽ ജീവിക്കേണ്ടി വരുന്ന ആ ഒരു ഭാര്യയുടെ അവസ്ഥയാണത്. കിസ് പർ വിഫൽ ഗർവ് അബ് ജാഗ, ഇനി എന്തോർത്താണ് ഞാൻ വിഫലമായ ഗർവം അല്ലെങ്കിൽ അഭിമാനം അനുഭവിക്കേണ്ടി വരിക? അല്ലെങ്കിൽ എന്തിനെ ഓർത്താണ് ഞാൻ ഇനി അഭിമാനിക്കുക? ഭർത്താവ് മാനിച്ചിരുന്ന ഒരു ഭാര്യ എന്ന് പറഞ്ഞിട്ട് എനിക്ക് അഭിമാനിക്കാൻ ഇനി കഴിയില്ലല്ലോ. കാരണം ഭർത്താവ് മുझे छोड़कर चला गया है, എന്നെ ഉപേക്ഷിച്ച് പോയവളല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ലേബലിലല്ലേ ഞാൻ ഇനി ജീവിക്കേണ്ടത്? അങ്ങനെ ഒരു ഗർവം എനിക്കിനി ഉണ്ടാകുമോ? ഭർത്താവ് സ്നേഹിക്കുന്ന ഭാര്യ എന്നൊരു ഗർവം, അല്ലെങ്കിൽ ആ ഒരു അഹങ്കാരം, അഭിമാനബോധം, എന്തും പറയാം അവിടെ ഗർവം എന്ന വാക്കിന്. ആ ഒരു ഗർവ് ഇനി എനിക്ക് അഭിമാനത്തോടെ പറയാനില്ലല്ലോ. ജിസ്നെ അപ്നായ ഥാ ത്യാഗ, സ്വീകരിച്ചവൻ തന്നെ ഉപേക്ഷിച്ചു. ജിസ്നെ അപ്നായ, എന്നെ സ്വന്തമാക്കിയവൻ തന്നെ മുझे ത്യാഗ, എന്നെ ഉപേക്ഷിച്ചു പോയില്ലേ. രഹേ സ്മരണിഹി ആത്തെ, അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ആ ഓർമ്മ എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നു. സ്മരണാത്തെ രഹത്തേഹം, അദ്ദേഹത്തിൻ്റെ ഓർമ്മ എന്നെ വല്ലാതെ വേദനിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്ത് വേദനയാണ്? ജിസ്നെ അപ്നായാഥാ ത്യാഗ, എന്നെ സ്വീകരിച്ചവൻ എന്നെ ഉപേക്ഷിച്ചു പോയല്ലോ എന്ന വേദന എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു. മേരാ ഭാഗ്യ അഭാഗ ഹോ ഗയാ ഹെ, ഞാൻ എത്ര ഭാഗ്യം കെട്ടവളാണ് എന്നുള്ള ഓർമ്മ എന്നെ വേദനിപ്പിക്കുന്നു. ആരെ ഓർത്താണ് ഇനി ഞാൻ അഭിമാനം കൊള്ളുക എന്ന് ഓർത്ത് ഞാൻ വേദനിക്കുന്നു. സഖി വേ മുझसे कहकर जाते, അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രണയം എത്ര തീക്ഷ്ണമായിരുന്നു, എത്ര തീവ്രമായിരുന്നു എന്നൊരു അഭിമാനം എനിക്കുണ്ടായിരുന്നു. ഇനി ആ അഭിമാന ബോധം എനിക്ക് ഇല്ല. സഖി വേ മുझसे कहकर जाते. नयन उन्हें है निष्ठुर कहते, पर इनसे जो आंसू बहते, सदैव हृदय वे कैसे सहते, गए तरस ही खाते, सखी वे मुझसे कहकर जाते. എൻ്റെ നയനങ്ങൾ അദ്ദേഹത്തെ ബാർ ബാർ നിഷ്ഠുർ കഹത്താ രഹത്താ ഹെ, എൻ്റെ കണ്ണുകൾ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നിൻ്റെ ഭർത്താവ് ഒരു നിഷ്ഠുരനാണ്, ദുഷ്ടനാണ്. കാരണം എൻ്റെ കണ്ണുകൾക്ക് ഒരു നയനസുഖം നൽകാതെയാണ് അദ്ദേഹം പോയത്. അതായത് എൻ്റെ മുന്നിൽ വന്ന് നിൽക്കാതെ, എൻ്റെ കണ്ണുകളെ കാണാതെ അദ്ദേഹം പോയല്ലോ. അതുകൊണ്ട് എൻ്റെ കണ്ണുകൾ എപ്പോഴും എന്നോട് പറയുന്നു, നിൻ്റെ ഭർത്താവ് ഒരു ദുഷ്ടനാണ്. പർ ഇൻസേ ജോ ആസൂബഹത്തെ, അത് പറയുന്ന കണ്ണുകളിൽ നിന്ന് തന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ കണ്ണുനീരൊഴുകുന്നത്? അപ്പോൾ ദുഷ്ടനാണെന്ന് പറയുകയും ചെയ്യുന്നു. ആ സ്നേഹത്തിൻ്റെ തീവ്രതയാണത്. അപ്പോൾ ആ നിഷ്ഠുരൻ എന്ന് പറയുന്നത് പോലും ഇത്രത്തോളം അദ്ദേഹത്തോടുള്ള സ്നേഹം കൊണ്ടാണ്. അപ്പോൾ ആ ദുഷ്ടനാണ് എന്ന് പറയുന്ന കണ്ണുകളിൽ നിന്ന് തന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ കണ്ണുനീരൊഴുകുന്നത്? ആസു ക്യോം ബഹത്തെ ഹെ, സദൈ ഹൃദയ വേ കേസെ സഹത്തെ, സദൈ ഹൃദയ വേ കേസെ സഹത്തെ, ആ വേദന മേരാ ഹൃദയ കേസെ സഹത്തെ ഹോഗ, എൻ്റെ ഹൃദയം എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഈ വിരഹവേദന സഹിക്കുന്നത്? സദയം എന്ന് പറഞ്ഞാൽ ദയവോടുകൂടി. അപ്പോൾ ഇത്രത്തോളം സോഫ്റ്റായത്, ഇത്രയും നൈർമല്യമുള്ള ഈ ഹൃദയം, പെട്ടെന്ന് വേദനിക്കുന്ന ഈ ഹൃദയം എങ്ങനെയാണ് ഈ വിയോഗത്തെ സഹിക്കുന്നത്? ഗേ തരസ് ഹി ഖാത്തെ, പോയതുകൊണ്ട് തരസ് ഹി ഖാത്തി ഹെ, എൻ്റെ ഹൃദയം എപ്പോഴും ദുഃഖം തന്നെയാണ് അനുഭവിക്കുന്നത്. തരസ് ഖാന എന്ന് പറഞ്ഞാൽ ദുഃഖിത് ഹോന എന്നാണ്. അദ്ദേഹത്തിൻ്റെ ആ യാത്രയിൽ എൻ്റെ ഹൃദയം ഇന്നും വേദനിക്കുക മാത്രമാണ്. തരസ് ഖാ രഹി ഹെ, എൻ്റെ ഹൃദയം വളരെയധികം വേദനിക്കുകയാണ്, കാണാൻ കൊതിക്കുകയാണ്. തരസ് രഹേ ഹെ, സഖി വേ മുझसे कहकर जाते, എന്നോട് അദ്ദേഹത്തിന് പറഞ്ഞിട്ട് പോകാമായിരുന്നു. जाएम सिद्धि पावेम वे सुख से, दुखी ना हो इस जन के दुख से, उपालंब दूं में किस मुख से, आज अधिक वे भाते, सखी वे मुझसे कहकर जाते. ജായേം, അദ്ദേഹം പോയത് ഇതിനാണ്. സിദ്ധി പാവേം, ഏതോ സിദ്ധി നേടുന്നതിന് വേണ്ടിയാണ്. വേ സുഖസേ, അദ്ദേഹത്തിൻ്റെ മനസ്സിന് അതാണ് സുഖമെങ്കിൽ.
അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ സുഖം, സന്തോഷം എന്ന് പറയുന്നത് അതിലാണെങ്കിൽ, അതായത് എന്തോ ഒരു സിദ്ധി, എൻലൈറ്റൻമെൻറ്റ്, ബോധോദയത്തെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബോധോദയം നേടുക എന്നതിലാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിന് സുഖം കിട്ടുന്നതെങ്കിൽ, സന്തോഷം കിട്ടുന്നതെങ്കിൽ അദ്ദേഹം പൊയ്ക്കോട്ടെ. ദുഃഖി നാ ഹോ ഇസ് ജനകെ ദുഃഖസേ, ഇവിടെ കുറച്ച് ജനങ്ങളുടെ ദുഃഖം, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെ ദുഃഖം, ഭാര്യയുടെ, കുഞ്ഞിൻ്റെ, മാതാപിതാക്കളുടെയൊക്കെ ദുഃഖത്തിൽ അദ്ദേഹത്തിന് ദുഃഖമില്ലാതെ ഇരിക്കുന്നുവെങ്കിൽ, വീട്ടുകാരുടെ വിഷമം അദ്ദേഹത്തിന് കാര്യമല്ല എങ്കിൽ, അദ്ദേഹം പോകുന്നത് ഏതോ ബോധോദയം നേടാനാണ്, അല്ലെങ്കിൽ എൻലൈറ്റൻമെൻറ്റിന് വേണ്ടിയാണെങ്കിൽ, അതിലാണ് അദ്ദേഹത്തിന് സന്തോഷം കിട്ടുന്നതെങ്കിൽ അദ്ദേഹം പൊയ്ക്കോട്ടെ. ദുഃഖി നാഹോ മിസ് ജൻ കെ ദുഃഖസേ, ഇവിടെയുള്ള ജനങ്ങളുടെ ദുഃഖത്തിൽ അദ്ദേഹത്തിന് ദുഃഖമില്ല എങ്കിൽ അദ്ദേഹം പൊയ്ക്കൊള്ളട്ടെ. അദ്ദേഹത്തിൻ്റെ വിരഹത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്ന വേദന അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല എങ്കിൽ അദ്ദേഹം പൊയ്ക്കൊള്ളട്ടെ. അദ്ദേഹം സിദ്ധി നേടാനായിട്ട് പോയേക്കുകയല്ലേ. ഉപാലംബുദൂം മേ കിസ് മുഖസേ, ഉപാലംബ് എന്ന് പറഞ്ഞാൽ ശിക്കായത്താണ്, പരാതി. ഞാൻ ഏത് മുഖം കൊണ്ട് പരാതിപ്പെടും, എന്ത് കാര്യം പറഞ്ഞ് ഞാൻ പരാതിപ്പെടും? കാരണം മറ്റുള്ളവരുടെ, ജനങ്ങളുടെ ദുഃഖത്തിൻ്റെ കാരണം അന്വേഷിച്ച് പോയവനല്ലേ എൻ്റെ ഭർത്താവ്. അപ്പോൾ ഞാൻ എൻ്റെ ദുഃഖത്തെക്കുറിച്ച് പറഞ്ഞ് ഞാൻ എങ്ങനെ പരാതിപ്പെടും? മെജോറിറ്റിയുടെ ദുഃഖം, അതിനാണല്ലോ എപ്പോഴും പ്രയോറിറ്റി. ഉപാലംബുദൂം മേ കിസ് മുഖസേ, എങ്ങനെ ഞാൻ പരാതിപ്പെടാനാണ്? ആജ് അധിക് വേ ഭാത്തേ, അദ്ദേഹത്തിന് ഇന്ന് കൂടുതൽ ഭാത്തെ ഹെ, പസന്താത്തെ ഹെ, പ്രീതർ ഹോത്തെ ഹെ. ഇവിടെയുള്ളവരുടെ ദുഃഖത്തേക്കാൾ പൊതുജനങ്ങളുടെ ദുഃഖമാണ് അദ്ദേഹത്തിന് കൂടുതൽ പ്രാധാന്യമുള്ളതെങ്കിൽ അദ്ദേഹം പൊയ്ക്കോട്ടെ. ഉനേം അധിക് ഭാത്തെ ഹെ ദൂസറോं കാ ദുഃഖ്, വീട്ടിലുള്ളവരുടെ ദുഃഖത്തേക്കാൾ മറ്റുള്ളവരുടെ ദുഃഖമാണ് അദ്ദേഹത്തിന് പ്രധാനമെങ്കിൽ ഉനേം ജാനേദോ, അദ്ദേഹം പൊയ്ക്കൊള്ളട്ടെ. സഖി വേ മുझसे कहकर जाते, പക്ഷേ അപ്പോഴും ഒരു വാക്ക് പറഞ്ഞിട്ട് പോകാമായിരുന്നില്ലേ. गए लौट भी वे आवेंगे, कुछ अपूर्ण अनुपम लावेंगे, रोते प्राण उन्हें पावेंगे, पर क्या गाते गाते सखी वे मुझसे कहकर जाते. ഗയെ ലോട്ട് ബി വേ ആവേങ്കെ, അദ്ദേഹം പോയി ഇനി മടങ്ങി വരികയും ചെയ്യും. ലോട്ട് ബി വേ ആവേങ്കെ, മടങ്ങി വരികയും ചെയ്യും. കുച്ച് അപൂർവ് അനുപം ലാവേങ്കെ, പോയതുപോലെ ആയിരിക്കില്ല തിരികെ വരിക. തിരികെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്തുണ്ടാകും? കുച്ച് അപൂർവ് ഹോക, അപൂർവമായതെന്തോ, ആരും നേടാത്തതെന്തോ സിദ്ധി അദ്ദേഹം നേടിയിരിക്കും. ഓ അനുപമ ഭി ഹോക, വളരെ മനോഹരമായതെന്തോ ആയിരിക്കും അത്. ആരും നേടാത്ത, ആർക്കും നേടാനാകാത്ത വളരെ മനോഹരമായ, റെയറായ, അപൂർവമായ എന്തോ ഒരു സിദ്ധിയുമായിട്ടായിരിക്കും അദ്ദേഹം മടങ്ങി വരിക. ലാവേങ്കെ, അദ്ദേഹം കൊണ്ടുവരും. എന്തോ ഒരു സിദ്ധി അദ്ദേഹത്തിലുണ്ടാകും. രോത്തെ പ്രാൺ ഉനേം പാവേങ്കെ, പർ ക്യാ ഗാത്തെ ഗാത്തെ, ഈ കരഞ്ഞുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രാണൻ, രോത്തെ പ്രാണ്, അദ്ദേഹത്തെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന എൻ്റെ ഹൃദയം, ഉനേം പാവേങ്കെത്തോ, പാവേങ്കെ വെച്ചാൽ പായെങ്കെ, അദ്ദേഹത്തെ കാണുമ്പോൾ, ക്യാ ഗാത്തെ ഗാത്തെ, ഗാത്തെ ഹുയെ ഉനേ പായെങ്കെ ക്യാ എന്ന് പറഞ്ഞാൽ ഗാത്തെ ഹുയെ പാടിക്കൊണ്ടെന്നാണ്, ഇവിടെ ചിരിച്ചുകൊണ്ട്, സന്തോഷിച്ചുകൊണ്ട് അദ്ദേഹത്തെ മീറ്റ് ചെയ്യാൻ ഇനി എനിക്കാവുമോ? ഇത്രയധികം അദ്ദേഹത്തെ ഓർത്ത് കരഞ്ഞ ഈ കണ്ണുകൾക്ക് സന്തോഷത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് ഓടിച്ചെന്ന് നിൽക്കാൻ ആകുമോ? ഇത്ര നാളത്തെയും വേദന ഈ കണ്ണുകളിൽ തങ്ങി നിൽക്കില്ലേ? എന്നെ ഉപേക്ഷിച്ച് പോയവനാണല്ലോ എന്നുള്ള വേദന എൻ്റെ കണ്ണുകളിൽ മുന്നിട്ട് നിൽക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഇനി ചെന്ന് നിൽക്കാൻ എനിക്ക് ആകുമോ? സഖി വേ മുझसे कहकर जाते, അവളുടെ വേദന മുഴുവൻ ആ വരികളിൽ അവൾ ആവാഹിച്ചിട്ടുണ്ട്. എന്നോടൊന്ന് പറഞ്ഞിട്ട് പോകാമായിരുന്നില്ലേ? സഖി വേ മുझसे कहकर जाते.